ഗുഡ് ഈവനിങ് അമേരിക്ക. $1 മില്യൺ സ്വർണ്ണക്കാട്. അതിസമ്പന്നർക്ക് അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള വാതായനം തുറന്നുകൊടുക്കുന്ന താക്കോൽ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണമാകുന്ന കുടിയേറ്റക്കാർ മതിയെന്ന നിലപാടാണ് ഗോൾഡ് കാർഡിന് പിന്നിലെന്നാണ് പൊതുവിലയിരുത്തൽ. $10 ലക്ഷം ഉണ്ടെങ്കിൽ അതിവേഗം അമേരിക്കയിലെത്തി സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. ശരാശരിയിൽ താഴെയുള്ളവരെ അമേരിക്കയ്ക്ക് വേണ്ടെന്നാണ് US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിന്റെ ഒരു ലൈൻ. മികച്ചവരെ ഉപയോഗിച്ച് അമേരിക്കയെ വളർത്തുക. ഐഡിയ കൊള്ളാം, പക്ഷെ നാളിതുവരെ അമേരിക്കയുടെ പുരോഗതിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ യമനി ബൊഡേഗ ഓണേഴ്സ്, മെക്സിക്കൻ ഗ്രാൻഡ്മാസ്, സെനഗലി ടാക്സി ഡ്രൈവേഴ്സ്, ഉസ്ബെക് നഴ്സസ്, ട്രിനിഡാഡിയൻ ലൈൻ കുക്സ്, ഇവരുടെയൊക്കെ അധ്വാനം അമേരിക്കയ്ക്ക് ഒന്നുമല്ലായിരുന്നു. ജോർജ് W. ബുഷിന്റെ നോ ഇൻസിഗ്നിഫിക്കന്റ് പേഴ്സൺ വാസ് എവർ ബോൺ എന്ന ആശയത്തെ ചോദ്യം ചെയ്യുന്നതാണ് ശരാശരിക്കാരെ വേണ്ടെന്ന ഹോവാർഡ് ലുട്നിക്കിന്റെ തിയറി. സിംഗപ്പൂരും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഒക്കെ ഇതിലേറെയാണല്ലോ വിദേശ നിക്ഷേപകരിൽ നിന്ന് ഈടാക്കുന്നതെന്ന മറു ചോദ്യവും ചോദിക്കാം. H-1B വിസ ഫീസ് വർധനയ്ക്ക് പിന്നാലെ വന്ന ഗോൾഡ് കാർഡ് ശ്രദ്ധേയമാകുന്നത് എന്തുകൊണ്ട്? വിസ ദുരുപയോഗമെന്ന ആരോപണത്തിന് തടയിടാനാകുമോ ഗോൾഡ് കാർഡിന്? ഏറ്റവും വൈദഗ്ധ്യമുള്ളവരെ ഇനി അമേരിക്കൻ കമ്പനികൾ എങ്ങനെ തെരഞ്ഞെടുക്കും? EB-5 ബദലായെത്തുന്ന ഗോൾഡ് കാർഡ് സങ്കീർണതയും തട്ടിപ്പുകളും ഒഴിവാക്കുമോ? എന്തായാലും കാശുള്ളവർക്ക് കുടിയേറ്റുമെന്ന ട്രംപൻ നയം നൽകുന്ന സന്ദേശമെന്ത്? എന്നാലും 9 കോടി രൂപ മുടക്കി അമേരിക്കൻ ജീവിതം, ആഹാ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് പറയുന്നവരാണ് ഏറെയും. അവരെന്നാ മനുഷ്യരല്ലേ, അവർക്കെന്നാ സ്കില്ലില്ലേ എന്ന് ചോദിക്കുന്നു മറ്റു ചിലർ. ലേശം മനുഷ്യത്വമാകാമെന്നും കൂട്ടിച്ചേർക്കുന്നു ഇക്കൂട്ടർ. ചർച്ചയാവുകയാണ് 9 കോടിയുടെ ഗോൾഡ് കാർഡും 50 കോടിയുടെ പ്ലാറ്റിനം കാർഡും. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്, ട്രംപ് കാർഡ്. ഇന്നത്തെ എന്റെ അതിഥികൾ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ മലയാളി ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ്, വിദേശകാര്യ വിദഗ്ധൻ P. വിജയകുമാർ, ലോജിസ്റ്റിക് പ്രൊഫഷണൽ പ്രദീപ് മേനോൻ, രാഷ്ട്രീയ നിരീക്ഷകൻ നിർമ്മൽ എബ്രഹാം എന്നിവരാണ്. എല്ലാ പ്രിയപ്പെട്ട അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്കാണ്. ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം ലോകമെമ്പാടും ഒരു കുടിയേറ്റ വിരുദ്ധ നടപടികളും അത്തരം പ്രക്ഷോഭങ്ങളും ഒക്കെ വളർന്നു വരുന്ന ഒരു കാലമാണ് നമ്മൾ കുറേ നാളായി കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രംപ് കൊണ്ടുവരുന്ന ഈ ഗോൾഡ് കാർഡ്, അതിന് പിന്നാലെ വരാൻ പോകുന്ന പ്ലാറ്റിനം കാർഡ്, ഇതൊക്കെ അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ ഭാവിയെ ഒരുപക്ഷെ പുനർനിർവചിച്ചേക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇനി അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ ഭാവി എന്നാണ് അങ്ങ് കരുതുന്നത്? ഗോൾഡ് കാർഡ് $1 മില്യൺ എന്ന് പറയുന്നു. 1 മില്യൺ 9 കോടി രൂപ. അപ്പൊ അത് കേരളത്തിലൊക്കെ ധാരാളം പേർക്ക് അപേക്ഷിക്കാം. കാരണം ഒരേക്കർ സ്ഥലം വിട്ടാൽ തന്നെ 9 കോടിയൊക്കെ കിട്ടും അല്ലേ? ഈ കൊച്ചിയിലോ അല്ലെ കോഴിക്കോടോ അതുപോലെയുള്ള നഗരത്തിലൊക്കെ ഒരേക്കർ സ്ഥലം മതി. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ എത്തിപ്പിടിക്കാനാവാത്ത ഒരു കാര്യമല്ല 1 മില്യൺ. പക്ഷേ അമേരിക്ക ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഇത് നമ്മളെ ഏറെ ബാധിക്കുന്നുള്ളതാണ്, ഇന്ത്യക്കാരെ ഏറെ ബാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇതിലെ പ്രധാനമായിട്ട് ആദ്യം പറയേണ്ട കാര്യം, ഇത് സർക്കാർ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് സർക്കാരിന് നമ്മളെ താല്പര്യം ഉണ്ടെങ്കിൽ സർക്കാർ നമ്മളെ വിളിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ 1 മില്യൺ ഇങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഗോൾഡ് കാർഡ് മേടിച്ചു കളയാന്ന് പറഞ്ഞ് അതിനൊരു സാധ്യതയുമില്ല. അപ്പം നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. ട്രംപ് കാർഡ് .gov അതിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യണം, നമ്മൾ രേഖകളൊക്കെ കൊടുക്കണം. അത് അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ പിന്നെ കൊള്ളാവുന്നവരാണെങ്കിൽ അധികൃതർക്ക് തോന്നിയാൽ അവർ നമ്മളെ വിളിക്കും. അപ്പൊ അധികൃതർക്ക് തോന്നണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്നവരെ അത്രയധികം സ്വീകരിക്കാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. കാരണം ഇത് പിന്നെ ഇന്ത്യക്കാർ ഇവിടെ കൂടുതലാണെന്നും ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു റേസിസം നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ പിന്നെ അമേരിക്കയിൽ. അപ്പൊ കൂടുതൽ ഇന്ത്യക്കാർക്ക് ഇങ്ങോട്ട് വരാം എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് മുൻഗണന കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിസ കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു വിസ നയം ഉണ്ടാക്കാനായിട്ട് പ്രസിഡന്റിന് അതിന് അധികാരമുണ്ടോ എന്നുള്ള കാര്യം പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പിന്നെ ഇത് കോൺഗ്രസ് പാസ്സാക്കേണ്ട നിയമമാണ്. കോൺഗ്രസ് ആണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ കോൺഗ്രസ് ചെയ്യാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന് പറയുന്ന ന്യായം ഈ പുതിയ നിയമമൊന്നും അല്ല, ഒരു വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോ ഈ എംപ്ലോയ്മെന്റ് EB-1, EB-2, EB-3 എന്ന് പറഞ്ഞ ഒരു 3 കാറ്റഗറി വിസ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാനൊക്കെ EB-3 വിസയിലൂടെയാണ് പിന്നെ എനിക്ക് ഒക്കെ ഗ്രീൻ കാർഡ് കിട്ടുന്നത്. അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ്. അതിൽ EB-1 എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള ആളുകൾ, അത് പിന്നെ അന്താരാഷ്ട്ര പ്രശസ്തരും വലിയ ശാസ്ത്രജ്ഞരും അമേരിക്കയ്ക്ക് വലിയ ഗുണം കിട്ടുന്ന അങ്ങനെയുള്ളവര്
വന്നാൽ ഇവിടെ അമേരിക്കയ്ക്ക് ഗുണം കിട്ടുന്നവർക്ക് അവർക്ക് EB1 വിസ കൊടുക്കും. അതിനധികം ക്യൂ ഇല്ല. അത് ഇപ്പോഴും എപ്പോൾ ഒഴിച്ചാലും കിട്ടും. കാരണം അത് അത്രയ്ക്ക് യോഗ്യത ഉള്ളവർക്കേ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ EB2 അതുപോലെ ഉയർന്ന ബിരുദമുള്ളവർക്ക് ആ വിസയിലാണ് നമ്മുടെ ഇന്ത്യക്കാർ നല്ലൊരു പങ്ക്, ഏറ്റവും കൂടുതൽ അതിനാണ് ബാക്കിലോഗ് ഉള്ളതെന്ന് തോന്നുന്നു, ധാരാളം പേര് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ EB1ലും EB2വിലും ഉള്ള വിസകളുടെ മുഴുവൻ ഇപ്പൊ ഈ വിസ ട്രംപ് ഈ വിസ കൊടുക്കാൻ വേണ്ടി അവിടുന്ന് പിന്നെ അത് അപ്രോപ്രിയേറ്റ് അത് ഇങ്ങോട്ട് എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ, ഈ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ കാത്തിരിക്കേണ്ടി വരും. ഇവർക്ക് മുൻഗണന കിട്ടും ഈ പൈസ കൊടുത്ത് വരുന്നവർക്ക്. അപ്പൊ അതാണ് നമ്മളല്ലാതെ തന്നെ ഈ 7-8 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇപ്പൊ തന്നെ ഗ്രീൻ കാർഡിന് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. EB1 ഈ വിസകളിൽ EB1, EB2, EB3 ഈ കാറ്റഗറിയിൽ. അപ്പൊ അവരെല്ലാം പിന്നെ ഒരു വർഷം ഏതാണ്ട് 9300 വിസയാണ് നമുക്ക് കൊടുക്കുന്നത്. ഗ്രീൻ കാർഡാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത് ആ കോട്ട സിസ്റ്റം അനുസരിച്ച്. അപ്പൊ ഇത്രയും പേർക്ക് 7-8 ലക്ഷം പേർക്ക് കൊടുക്കണമെങ്കിൽ 100 വർഷമോ 150 വർഷമോ ഒക്കെ ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ സിസ്റ്റം കൂടെ വരുന്നത്. അപ്പൊ അതും നമ്മളെയാണ് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. അപ്പം ഇത് ദോഷകരമാണ്. അതുപോലെ തന്നെ ഈ പണക്കാർ ഇങ്ങോട്ട് പോന്നോട്ടെ, അവരുടെ പണം കിട്ടിയാൽ അവരെ സ്വീകരിക്കാം എന്ന് പറയുന്നു. ഇവിടുന്ന് പണമില്ലാത്തവരെ ഇവിടുന്ന് അടിച്ചോടിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് ശരിയാണോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ദുർബലതയും നിങ്ങളുടെ പീഡിതരെയും ഒക്കെ ഇങ്ങോട്ട് എനിക്ക് തരിക, ഞാൻ അവരെ സംരക്ഷിച്ചുകൊള്ളാം. അതാണ് അമേരിക്കയുടെ വാഗ്ദാനം. അപ്പൊ ആ വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കാശുള്ളവർ ഇങ്ങോട്ട് പോരെ, നിങ്ങളെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പൊ അത് എത്ര കണ്ട് നല്ലതാണ് ഒരു രാജ്യത്തിന് പൗരത്വം വയ്ക്കുന്നത്, എത്ര കണ്ട് നല്ലതാണെന്നാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. ശരി, താങ്ക് യു. ശ്രീ പി വിജയകുമാർ, ഈ പണമില്ലാത്തവൻ പിണം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ ഇതെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. പണമുള്ളവർ മാത്രം വന്നാൽ മതി എന്നത്. അപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് ഈ 9 കോടി രൂപയൊക്കെ ചിലവാക്കി അവിടെ വന്ന്, അല്ലെങ്കിൽ ഈ 9 കോടി ചിലവാക്കാനുള്ളവർ അവിടെ തന്നെ വരണോ എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കാം ഈ ഒരു ഗോൾഡ് കാർഡിലേക്ക് ട്രംപിനെ നയിച്ചത്? ഈ പറയുന്നത് പോലെ EB5 വിസയുടെ ഒരു പരാജയം, അല്ലെങ്കിൽ അതിൻ്റെതായ ചില ഷോർട്ട് കമ്മിങ്സ് ഒക്കെ അതിന് കാരണമായിട്ടുണ്ടാവാമോ? തീർച്ചയായിട്ടും. പണം കൊടുത്താൽ ഗ്രീൻ കാർഡ് കിട്ടും എന്നുള്ളത് പുതിയ ഒരു കണ്ടുപിടുത്തമോ ട്രംപിന്റെ അവതാരണമോ ഇല്ല. 1990 തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് പാസാക്കിയ EB5ഉം അത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. അത് $8 ലക്ഷം കൊടുത്താൽ റൂറൽ ഏരിയയിൽ 10 ജോലി കൊടുത്താൽ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടും. പക്ഷെ അതിൽ പ്രാക്ടിക്കലായി നടപ്പാക്കിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം ഈ റൂറൽ ഏരിയയിൽ ഒരു പ്രോജക്റ്റ് നടത്തി 10 പേർക്ക് ജോലി കൊടുത്ത ശേഷമാണ് ഗ്രീൻ കാർഡ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഡിലേസ് ഉണ്ടായി, ഒരുപാട് താമസം ആ പ്രോജക്റ്റുകൾ നടപ്പാക്കാനായിട്ട്. പിന്നെ ഈ താമസം കൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് കൂടി. പിന്നെ ഈ കോസ്റ്റും കൂടി, താമസം കാരണം മാർക്കറ്റ് ചേഞ്ച് ആയി. അപ്പൊ ഇതെല്ലാം വളരെ അധികം താമസം ഉണ്ടായി. അപ്പം മാത്രമല്ല, ഇത് ഗ്യാരണ്ടീഡ് അല്ല. ഈ $8 ലക്ഷം കൊടുത്താൽ ഗ്രീൻ കാർഡ് ഡയറക്റ്റ് കൈ കൊടുക്കുന്നില്ല. ഈ ജോലി കിട്ടിയ ശേഷം അത് 5-6 വർഷം എടുക്കും എല്ലാം കൂടി. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, വിയറ്റ്നാം ഈ 3 രാജ്യങ്ങളിൽ നിന്നായിരുന്നു കൂടുതൽ ആളുകൾ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്. അപ്പൊ ഇവർക്ക് 5 മുതൽ 7 വർഷം വരെ എടുക്കുമായിരുന്നു ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട്. ഗ്രീൻ കാർഡ് കിട്ടുന്ന ഉറപ്പില്ല, ഇതെല്ലാം തീരുമാനം വരാനായിട്ട്. പക്ഷെ പലർക്കും ഗ്രീൻ കാർഡ് കിട്ടിയില്ല. ഈ പൈസ മുഴുവൻ നഷ്ടമായി പോയി, ഇത് തിരിച്ചു കൊടുക്കത്തുമില്ല. അത് അങ്ങനെയുള്ള പരാജയങ്ങളുണ്ടായി. മാത്രമല്ല, അമേരിക്ക മാത്രമല്ല ഈ പുതിയ നയം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളും പൈസ കൊടുത്താൽ സിറ്റിസൺഷിപ്പ് വരെ ഡയറക്റ്റ് കൊടുക്കുമെന്ന് അടുത്ത കാലത്ത് ഉണ്ടായി. കാനഡ, UK-യും ഇതുമാതിരിയുള്ള പ്രോഗ്രാമുകളുമായിട്ട് വന്നു. അപ്പം അതിനെ തരണം ചെയ്യാനായിരിക്കണം ട്രംപ് ഗോൾഡ് കാർഡ് വന്നത്. ട്രംപ് ഗോൾഡ് കാർഡ് ഇപ്പം രജിസ്റ്റർ ചെയ്യാനായിട്ട് $15,000 വേണം. അത് കഴിഞ്ഞിട്ട് $1 മില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ അത് ജോബ് എംപ്ലോയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് വളരെ വേഗം നടപ്പാക്കും. ഈ 5-7 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ വ്യത്യാസം. ഇത് പൈസ ഇല്ലാത്തവൻ വരണ്ട എന്നുള്ളത് ഇല്ല. ഇത് മറ്റേ EB1ഉം EB2ഉം ക്യാൻസൽ ചെയ്തിട്ടില്ലല്ലോ. അത് വിദ്യാഭ്യാസത്തെ യോഗ്യതയും
സ്കില്ലും ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം പൈസ ഇല്ലാത്തവൻ വരണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതും ഇതും ഒരേ സമയത്ത് തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു വിസ സംവിധാനം കൊണ്ടുവരുമ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിന്ന് എങ്ങനെയായിരിക്കും ആൾക്കാർ അതിനെ കാണുക? എത്രത്തോളം ഇന്ത്യക്കാർക്ക് ഇതിൽ താല്പര്യമുണ്ടാവും? പണം ഒരു വിഷയമായി വരും എന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, 1 ഏക്കർ സെൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് സ്വരൂപിക്കാൻ സാധിക്കും. അപ്പം ഒരു മധ്യവർഗ സമൂഹത്തിന് പോലും ഒരുപക്ഷെ, ഒരു മിഡിൽ ക്ലാസ് ടു അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിക്ക് പോലും ഒരുപക്ഷെ ഈ പണം സമാഹരിക്കാനും അതുവഴി അപ്ലൈ ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് ഇവിടുത്തെ അധികൃതരാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കുറച്ച് കാത്തിരുന്ന് കണ്ട് കഴിഞ്ഞ് അറിയാൻ ഒക്കുകയുള്ളൂ. അപ്പൊ ഞാൻ 1-2 നിരീക്ഷണങ്ങൾ പറയാം. ഇപ്പം ഇതിനെ പറയുന്നത് ഫാസ്റ്റർ ആൻഡ് സിംപ്ലർ മെത്തേഡാണ്. യുനോ മറ്റൊരു ടെർമിനോളജി ആളുകൾ പറയുന്നത് പേ ടു റിസൈഡ്. ഇപ്പൊ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ മാതിരി നമ്മുടെ ഇത് സിറ്റിസൺഷിപ്പ് വിൽക്കപ്പെടുക എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ പോസിറ്റീവ് വശം എന്ന് പറയുന്നത്, ഇപ്പൊ സമ്പന്നരായിട്ടുള്ള നിക്ഷേപകർക്ക് പുതിയ സംരംഭങ്ങള്, വ്യവസായങ്ങൾ ഒക്കെ ഇവിടെ തുടങ്ങാൻ സാധിക്കും. അതുവഴി പുതിയ തൊഴിലുകളും ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഒന്ന് വരുന്നത്, ആ പണം നമുക്ക് ഇവിടുത്തെ ഈ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ കടം ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. പിന്നെ അമേരിക്ക ഒരു ഗ്ലോബൽ എന്റർപ്രണർ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ഇപ്പോൾ നേരത്തെ വിജയകുമാർ പറഞ്ഞ മാതിരി മറ്റുള്ള രാജ്യങ്ങളും കാനഡ, UK, പോർച്ചുഗൽ രാജ്യങ്ങളെല്ലാം ഈ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു തട എന്നുള്ള രീതിയിലും ഇതിനെ നോക്കിക്കാണാം. പിന്നീട് ഉള്ളത്, അമേരിക്ക കൂടുതൽ ഒരു കോമ്പറ്റേറ്റീവ്നെസ് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതെല്ലാം പോസിറ്റീവ് വശങ്ങളാണ്. അതുപോലെ തന്നെ പറയപ്പെടുന്നത് അമേരിക്ക ഒരു നവീകരണത്തിന്റെ പാതയിലേക്ക് ചെന്നെത്തപ്പെടും. പണമില്ലാത്ത ഇടങ്ങളിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തൊഴിൽ മേഖലകളിൽ ആളുകളുടെ കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് തന്നെ കൂടുതൽ പണം കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോസിറ്റീവ് അതിന്റെ വശം. അതിന്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ മാതിരി നേരത്തെ നമ്മൾ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് പലതും. ഇപ്പൊ അതൊരു ഒരു കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് അത് വരികയാണ്. അപ്പൊ ഈ നിയമം തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നതല്ല, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിട്ടാണ് അത് ഇപ്പൊ നിലനിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി വളരെ സ്കിൽഡ് ആയിട്ടും നമ്മുടെ IT മേഖലയിലുള്ള ആളുകൾക്കും, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒരു പരിമിതി വന്നേക്കാം ഇതുവഴി. കാര്യം ഇവര് ശ്രദ്ധിക്കുന്നത് കൂടുതൽ പണം കൊണ്ടുവരാനാണ്. അപ്പൊ ഇന്ത്യ രാജ്യം കൂടുതൽ ബിസിനസ് ആളുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സമ്പന്നരും, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടെക്നോളജി മേഖലയിലുള്ള ആളുകളും സയന്റിസ്റ്റുകളും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പൊ അതിനെ എത്രമാത്രം നെഗറ്റീവായിട്ട് ഇത് സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ ഓവറോൾ പറയുവാണെങ്കിൽ ഇത് ഇന്ത്യക്കാർക്ക് അത്ര ഒരു ഗുണകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് ഇപ്പൊ നോക്കി കാണുമ്പോൾ തോന്നുന്നില്ല. അത് നമുക്ക് അതിന്റെ ഒരു ഇംപ്ലിമേഷൻ സ്റ്റേജ് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. അപ്പം ഇതിൽ വേണ്ടതൊരു മിഡിൽ വേ ആണ്. മിഡിൽ വേ എന്ന് പറയുമ്പം ഇതിനൊരു ക്യാപ്പ് കൊണ്ടുവരിക. ഇതിനൊരു പരിമിതി ഉണ്ടോ, അതോ എത്ര പേർക്ക് കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു പരിമിതി വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല എന്റെ അറിവില്. പിന്നെ ഇതൊരു കോംപ്ലിമെന്ററി ആയിട്ട് വരണം. ഇത് ഒരിക്കലും മറ്റുള്ള ഇനീഷ്യേറ്റീവ്സിനെ നെഗേറ്റ് ചെയ്യുന്ന, മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ ഒരു മിഡൽ രീതിയിലുള്ള ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നേരത്തെ വിജയകുമാർ പറഞ്ഞു മറ്റുള്ള വിസകളൊന്നും ക്യാൻസൽ ചെയ്യുന്നില്ല, ഇത് സൈഡ് ബൈ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പക്ഷെ അത് ഏതിനാണ് വെയിറ്റേജ് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷെ ഓവറോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെൻഡ് വെച്ച് നോക്കുമ്പം ഇന്ത്യക്കാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ശരി, താങ്ക് യു. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സംവിധാനം ഗോൾഡ് കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരുമ്പോൾ ഏറെ നിരാശപ്പെടുന്നത് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡിനായി ലക്ഷ്യമിടുന്നവരാണെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഇത് നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാകുമോ? ഇല്ല, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം സെപ്പറേറ്റ്ലി റൺ ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു ഇഷ്യൂ നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ച ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു വർഷം 1,40,000 ഗ്രീൻ കാർഡ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ കൺട്രി വൈസ് ക്വോട്ട ഉണ്ട്. 7% ആണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യൻസും ചൈനീസ് ആപ്ലിക്കൻസും ഒക്കെ ഓൾറെഡി ബാക്ക്ലോഗിലാണ്. 5 മുതൽ 10 വർഷം വരെ ബാക്ക്ലോഗിലാണ്. അവരെ അത് എങ്ങനെയാണോ കിടക്കുന്ന ആ അവസ്ഥയിൽ തന്നെ നിൽക്കും എന്നല്ലാതെ വലിയ രീതിയിൽ ബാധിക്കില്ല. പക്ഷെ ഒരു പോസിറ്റീവ് സൈഡ് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ 9 കോടി മുടക്കി അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെന്ന് 5 പേരുള്ള ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ 45 കോടി മുടക്കി 45 കോടി 67 ലക്ഷം രൂപ മുടക്കി ആയിരിക്കും അവരോട് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തീർച്ചയായിട്ടും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ നോക്കി അവരൊന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മുഗൾസ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും, സ്റ്റോക്ക് ട്രേഡേഴ്സ് ആയിരിക്കും, അല്ലെ ബിസിനസ്സുകാരായിരിക്കും. നാച്ചുറലി അവിടെ വന്നൊരു സംരംഭം തുടങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തൊഴിലവസരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ജോബ് ആപ്ലിക്കൻസിന് നല്ലതാണ്. ഏതെങ്കിലും രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടേ വരുള്ളൂ. അല്ലാതെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിന് വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈവൻ നിരാശരായിരിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ ത്രൂ കൊണ്ടുവന്ന ഒരു ബില്ലാണ്, അല്ലെ ഒരു കാർഡാണ്. എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് നമുക്കറിയാം എല്ലാ ഇലക്ഷനിലും US ഇലക്ഷനിലും പുതിയ പ്രസിഡന്റ് വരുമ്പോഴത്തേക്കും പഴയ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എല്ലാം തന്നെ ക്യാൻസൽ ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം മുന്നേ ട്രംപിന്റെ ഒരു തലക്കെട്ട് കണ്ടിരുന്നു. ബൈഡന്റെ ഏറ്റവും അവസാനത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ റിവേഴ്സ് ചെയ്തുകൊണ്ടൊരു തലക്കെട്ട് കണ്ടിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം നാച്ചുറലി ഇത് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്റെ ഒരു റിസർച്ച് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് പോസിറ്റീവായിട്ട് വരാനേ സാധ്യതയുള്ളൂ. അമേരിക്കൻ ഗവൺമെന്റിനും എക്കോണമിക്കും പോസിറ്റീവായിട്ട് വരാനേ സാധ്യതയുള്ളൂ. അതിന് കാരണം നമ്മൾ മറ്റ് രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ചു, പോർച്ചുഗലിലും സ്പെയിനിലും സിംഗപ്പൂരിലും ഒക്കെ ഇതേ സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സിംഗപ്പൂരിൽ ഏകദേശം 400 കോടി US ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. 24,000-ഓളം ജോലികൾ ഈ ഗോൾഡൻ വിസ വഴി കിട്ടിയിട്ടുണ്ട്. പോർച്ചുഗലിലും അത് തന്നെ ഏകദേശം 25,000-ഓളം ജോലികളും 800 കോടി US ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വലിയ രാജ്യമായ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രാജ്യമായ അമേരിക്കയിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതുന്നത്. ഒന്ന്, ഈ പേയ്മെന്റ് തന്നെ, അതായത് ഈ പറയുന്ന ഒരാളുടെ കേസിൽ 1 മില്യൺ ആണ്, ഒരു ഫാമിലി വരുമ്പോഴത്തേക്കും 5 മില്യൺ US ഡോളറാണ് ട്രാൻസ്ഫർ ആക്കിയിട്ടുള്ളത്. പിന്നെ കമ്പനീസിന്റെ കേസിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നിരാശാജനകമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരാളെ എംപ്ലോയിയെ സ്പോൺസർ ചെയ്യുമ്പം 18 കോടി കൊടുക്കുന്നത് കൂടാതെ ഓരോ വർഷവും 1% ആനുവൽ മെയിൻ്റനൻസ് ഫീ കൊടുക്കണം. എംപ്ലോയിനെ മാറ്റുമ്പോൾ 5% ട്രാൻസ്ഫർ ഫീ കൊടുക്കണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കമ്പനീസിന് ഒരു ബർഡൻ ആണ്. പക്ഷെ ഇൻഡിവിജ്വൽസിന്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സാധ്യത. നേരത്തെ ഒരു അമേരിക്കൻ എക്സിക്യൂട്ടീവ് അത് പറഞ്ഞിരുന്നു. അതായത് ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ടേക്ക് ജോബ്സ് ബട്ട് ഗോൾഡ് കാർഡ് ഹോൾഡേഴ്സ് മേക്ക് ജോബ്സ് എന്ന് പറയുന്ന തത്വം ശരിയായി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ അമേരിക്കയിൽ പറയുന്നത് പോലെ കമ്മിയാണ്, സാമ്പത്തിക ബാധ്യതകളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, അതൊക്കെ മാറണം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു സംവിധാനം കൂടിയാണല്ലോ ഇത്. അപ്പോൾ 10 വർഷങ്ങൾ 10,000 ഗോൾഡ് കാർഡ്, $100 ബില്യൺ, അത്തരത്തിലൊരു ട്രംപിന്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുമോ? അതിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവര് അമേരിക്കയിൽ തങ്ങാൻ പറ്റും. അതേസമയം തന്നെ ഇപ്പം മറ്റു സ്ഥലത്ത് ഉള്ള ഗുരുത്തക്കേടുകളും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് മുങ്ങാം, ഇവിടെ സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ചെയ്തിട്ട് അങ്ങോട്ട് മുങ്ങാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഇപ്പം മറ്റു കുറ്റകൃത്യങ്ങളല്ല, സാമ്പത്തിക കാര്യങ്ങളിൽ ഒക്കെ ചെയ്തിട്ട് ഒരു രാജ്യത്ത് ചെയ്തിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകാം, അവിടെ പോയി താമസിക്കാം, എത്രയോ കാലം വേണമെങ്കിലും താമസിക്കാം. അപ്പം പിന്നെ പിടിക്കപ്പെടാതിരിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതൽ കിട്ടും. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഈ എലോൺ മസ്ക് ഇവിടെ വന്നപ്പോൾ, ഇന്നിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അദ്ദേഹം. ഇവിടെ വന്നപ്പം സ്റ്റുഡന്റ് ലോണൊക്കെ എടുത്താണ് പഠിച്ചത്, അല്ലാതെ നാട്ടിൽ നിന്ന് കാശൊക്കെ കൊണ്ടുവന്നിട്ടല്ല പഠിച്ചത്. എന്നിട്ട് ഈ രാജ്യത്ത് വന്നാണ് അദ്ദേഹം അത്രയും വലിയ നിലയിലെത്തിയത്. അപ്പം പണം കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമല്ല ഒരാളുടെ മെറിറ്റും വിജയവും നിശ്ചയിക്കുന്നത്. ഇവിടെ വന്ന ഇന്ത്യക്കാർ, ഇവിടെ പണം ഉണ്ടാക്കിയ വലിയ സമ്പന്നരായ ഇന്ത്യക്കാരൊക്കെ ഇതേ രീതിയിലാണ് ബില്യനുകൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ തന്നെ ഈ രാജ്യത്ത് വന്നതിന് ശേഷം.
പിന്നെ അപ്പം പിന്നെ അതേസമയം തന്നെ നമുക്കറിയാം ഇപ്പം ഈ ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യക്കാര് അവരെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആയിരുന്നു ഏറ്റവും അധികം റെസ്പെക്ട് കിട്ടിയ ജനതയാണ് അവര്. പിന്നെ അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ ആ ബന്ധുക്കള് വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. അവര് വന്നാണ് നമ്മുടെ ആ ഒരു ഇമിഗ്രേഷന്റെ ആ ഒരു നിലവാരം കുറച്ചത് അല്ലെ. വിജയകുമാറൊക്കെ പിന്നെ ആദ്യ ജനറേഷൻ ആണെന്ന് ഞാൻ കരുതുന്നു, ആ കാലഘട്ടത്തിൽ വന്നവര്. പിന്നെ നമ്മുടെ ഇന്ത്യക്കാരെ പറ്റിയുള്ളൊരു ആ വില അങ്ങ് പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലയാളികൾ മാത്രമാണ് ആ ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് പിന്നെ പെട്ടെന്ന് കയറത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വരുന്നത്. മറ്റു സമൂഹങ്ങളിൽ നിന്ന് വരുന്നത് ഈ നോർത്ത് ഇന്ത്യൻ സമൂഹങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ആ പഴയ ഒരു വില നമുക്കിപ്പോഴില്ല താനും. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഈ ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഈ ബന്ധുക്കളെ കൊണ്ടുവരുന്നതിന് പകരം എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അമേരിക്കയിൽ വരണം, അമേരിക്കയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും ഞാൻ പോലും ആലോചിച്ചിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ അമേരിക്കയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് എത്ര കണ്ട് ഫലപ്രദമാകും, ഇന്ത്യക്കാർക്ക് എത്ര കണ്ട് കിട്ടും, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ തീരുമാനമെല്ലാം എടുക്കുന്നത് പിന്നെ ആദ്യമേ നമ്മൾ അപേക്ഷ കൊടുക്കുക, എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ അപേക്ഷ സ്വീകരിക്കണോ വേണ്ടയോ, നമ്മളെ ഇതിന് ഇൻവൈറ്റ് ചെയ്യണോ എന്നാണ് ഉള്ളത്. അതേസമയം അതുപോലെ തന്നെ നമ്മുടെ EB1 EB2 കാറ്റഗറിയിൽ നിന്നുള്ള വിസ ഇതിനു വേണ്ടി പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് വിസ എന്ന് പറയുന്ന EB5, അപ്പൊ അത് ഇപ്പൊ തന്നെ വലിയ ബാക്ക്ലോഗാണ്, ഒരുപാട് ബാക്ക്ലോഗാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ. പിന്നെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയിൽ ആണ് നിൽക്കുന്ന വർഷങ്ങളോടുള്ള ബാക്ക്ലോഗ്. അപ്പൊ ഇങ്ങനെ വിസ സംബന്ധിച്ചെല്ലാം പിന്നെ ഒരു കുരുക്കാണ് മൊത്തത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പുതിയ വരുന്ന പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇവിടെയുള്ള ഈ ഗ്രീൻ കാർഡിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് പോലും, ഇവിടെയുള്ള ജോലിക്കാർക്ക്, അവർക്ക് പോലും ഈ 1 മില്യൺ കൊടുത്താല് വാങ്ങാൻ കഴിയുന്ന ധാരാളം പേരുണ്ട്. ഈ പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ പിന്നെ വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുള്ള ആളുകൾ. അപ്പൊ അത് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മളതിനെ അതിനെ അടച്ചു കുറ്റം പറയുന്നില്ല. പക്ഷെ അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് വരുമെന്നാണ് കാണേണ്ടിയിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ദുബായ് പോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഒരുപാട് നിക്ഷേപ സാധ്യതകൾ ഇന്ത്യക്കാർക്ക് തുറന്നിടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ട്രാവൽ ചെയ്യാനും തിരിച്ചു വരാനും ഒക്കെയുള്ള സമയം വളരെ ചുരുങ്ങിയതാണ്. അവിടെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ പല കാര്യങ്ങളിലും നിയന്ത്രണങ്ങളൊക്കെ മാറി വരികയും കൂടെയാണ് ഓരോ രാജ്യങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 10-17 മണിക്കൂർ യാത്ര ചെയ്ത് അത്രയും ദൂരെയുള്ള ഒരു രാജ്യത്ത് പോയി ഒരു നിക്ഷേപം നടത്തുക എന്നത് ഇന്ത്യക്കാർക്ക് എത്രത്തോളം ഗുണകരമാണ്? ഇത് അങ്ങനെ അവരെ ആകർഷിക്കാൻ ഒരു സാധ്യതയുണ്ടോ? ഇത് ദൂരം ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ദിവസവും ജോലിക്ക് യാത്ര ചെയ്യുന്നതല്ലല്ലോ ഈ 17 മണിക്കൂർ എന്ന് പറയുന്നത്. വല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ആൾ ഇവിടെ തന്നെ താമസിക്കുകയായിരിക്കും. മാത്രമല്ല അമേരിക്കയും ദുബൈ ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യണമെന്നറിയില്ല. ദുബൈയില് ഞാൻ ഗൾഫിൽ താമസിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ അമേരിക്കയിലും താമസിക്കുന്നു. അപ്പൊ ഗൾഫും അമേരിക്കയും വളരെ വ്യത്യാസമാണ്. ഗൾഫില് നമ്മൾ എന്നും ഒരു ഫോറിനറാണ്. അവിടെ പാസ്പോർട്ട് തന്നെ കിട്ടുന്നത് വളരെ അവിടെ ഒരു ഗോൾഡൻ വിസയുണ്ട്. ആ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പിനുള്ളതല്ല, എപ്പോഴും വരാനും പോകാനും. ഇവിടുത്തെ അമേരിക്കയിലെ ഒരു ഗ്രീൻ കാർഡിന് ഈക്വലാണ്. എന്നിട്ട് അവർക്ക് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ പാസ്പോർട്ട് കിട്ടത്തില്ല. അമേരിക്കയിലെ ഇത് ഗോൾഡൻ വിസ എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻസിയാണ്. അപ്പൊ 5 വർഷം കഴിഞ്ഞാൽ പാസ്പോർട്ട് കിട്ടും. അമേരിക്കൻ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങള് വളരെ വലുതാണ്. ലോകത്തിലെ 190 രാജ്യത്തോളം വിസയില്ലാണ്ട് യാത്ര ചെയ്യാം. അത് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾക്കില്ല. ഇന്ത്യൻ പാസ്പോർട്ടിന് തീർച്ചയായിട്ടും ഇല്ല. അപ്പം പാസ്പോർട്ടും വിലയ്ക്ക് മേടിക്കുകയാണ്. പെർമനന്റ് റെസിഡന്റ് ഗോൾഡ് വിസ മാത്രമല്ല, കാലക്രമേണ. അപ്പം പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ദൂരം ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ ഇപ്പം ന്യൂജേഴ്സിയിൽ നിന്ന് ഡൽഹിക്ക് 13 മണിക്കൂറേ ഉള്ളൂ. അത് പിന്നീട് കുറഞ്ഞെന്ന് വരാം സമയം, ഇത് ടെക്നോളജി കാരണം. അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അമേരിക്കയിൽ ഗൾഫ് രാജ്യങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഗുണങ്ങളുണ്ട്, മനസ്സിലായി. അതേ കണക്ക് തന്നെ അമേരിക്കയിലും മറ്റു ഗുണങ്ങളുണ്ട്. രണ്ടുമാണ്. അത് ഒരിക്കലും വ്യത്യാസമില്ല. അമേരിക്ക മറ്റ് പൈസ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റില്ലായിരുന്നു. പൈസ കൊടുത്താൽ കിട്ടാവുന്നതല്ല ഗ്രീൻ കാർഡ്, ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു. ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക്, പൈസ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല
വേറൊരു കാര്യം, ഈ EB1 EB2ലും ഒരുപാട് വർഷം വെയിറ്റ് ചെയ്തവർക്ക് മേ ബി അവർക്ക് പൈസ ഉണ്ടാകാം, അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി എടുക്കാം, അവർക്കും ഈ ഗോൾഡൻ വിസയിൽ അപ്ലൈ ചെയ്യാം. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും കുറേ പേർക്കെങ്കിലും ഗുണകരമാകുന്ന ഒരു തീരുമാനമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര പേർക്ക് അത് അഫോർഡബിൾ ആകും എന്നറിയില്ല. അതേസമയം ഈ പറയുന്നത് പോലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയം നമ്മുടെ അതിഥികൾ ഒന്നും തന്നെ പ്രകടിപ്പിക്കുന്നുമില്ല. എന്തായാലും എല്ലാവർക്കും ഗുണകരമായ ഒരു തീരുമാനമാകട്ടെ ഇത്. കൂടുതൽ പേര്, പ്രത്യേകിച്ച് ഈ ഹാർവർഡിലുമൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന നല്ല സ്കില്ലുള്ള പല വിദേശ വിദ്യാർത്ഥികളും അവരെ പറയുന്ന പോലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കോൺട്രിബ്യൂട്ടേഴ്സായിട്ട് ആഗീരണം ചെയ്യാൻ ഈ $20 ലക്ഷം കൊടുത്ത് എത്രത്തോളം കമ്പനികൾ അതിന് തയ്യാറാകും എന്നറിയില്ല. പിന്നെ ഇത് ഒരു പ്രായോഗികമായി കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ നൂലാമാലകൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാകുക. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ P. വിജയകുമാർ, പ്രദീപ് മേനൻ ആൻഡ് ശ്രീ നിർമ്മൽ എബ്രഹാം. അപ്പോൾ എന്തായാലും ഈ പദ്ധതി നടപ്പിലാവുമ്പോൾ ഇപ്പോൾ തന്നെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. $15,000 കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ കയ്യിലിരിക്കുന്ന പൈസ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പ്രായോഗികമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതിനുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.